നമസ്കാരം, വിലു ബാലകൃഷ്ണനാണ്. ഇന്നത്തെ വീഡിയോ എക്സാം സീസണാണ്. ഇപ്പോൾ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ റീസെൻ്റായിട്ട് ഞാൻ 2-3 വീഡിയോ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കമ്മിറ്റീസിനെ കുറിച്ചും ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ചും, രണ്ടാമത് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറിനെ കുറിച്ചും. അതിൽ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഓൺ ഡിമാൻഡാണ്. ഇപ്പോൾ എക്സാം സീസണായതുകൊണ്ട് കുട്ടികൾ കൂടുതലും ചോദിക്കുന്ന ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇന്നത്തെ ടോപ്പിക്ക് പൊതുവെ ആരും പഠിക്കാത്ത, കുട്ടികൾ പൊതുവെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ശരിക്കും ഒരു ക്ലാസ് ആവശ്യമുള്ള ഒരു ഏരിയ. അതാണ് റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റിംഗ്. നിങ്ങൾക്കറിയാമായിരിക്കും, കമ്പനി ലോ പേപ്പർ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻസിൻ്റെ ഫോർമാറ്റ് ചോദിക്കാറുണ്ട്. അത് ബോർഡ് റെസൊല്യൂഷൻ ആവാം, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിലെ റെസൊല്യൂഷൻ ആവാം. അപ്പോൾ ഇത് പൊതുവേ എല്ലാ ചാപ്റ്ററിൻ്റെയും നിങ്ങൾ നോക്കിയാൽ അറിയാം, സ്റ്റഡി മെറ്റീരിയലിലെ എല്ലാ ലെസൺ കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അനക്ഷർ പോലെ കുറേ റെസൊല്യൂഷൻസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് ഫൈനലിലുണ്ട് പഠിക്കാനായിട്ട്. ഡ്രാഫ്റ്റിംഗ് പേപ്പറിൽ ഡ്രാഫ്റ്റിംഗ് ഇൻ കമ്പനി ലോ എന്ന് പറഞ്ഞ്, കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു എക്സാം പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഈ ഡ്രാഫ്റ്റിംഗ് ഏരിയ എപ്പോഴും സെക്രട്ടറിയൽ ഡ്രാഫ്റ്റിംഗ് ആയാലും സിവിൽ ഡ്രാഫ്റ്റിംഗ് ആയാലും എപ്പോഴും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, അതായത് ഒരുപാട് പ്രാവശ്യം എഴുതി പഠിക്കുകയും മനസ്സിലാക്കി പഠിക്കുകയും ചെയ്താൽ മാത്രമേ അത് തറവാകത്തുള്ളൂ. അതുകൊണ്ടൊരു ചെറിയ വീഡിയോ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ നമുക്കതിൽ മാസ്റ്റർ ആവാൻ പറ്റത്തില്ല. കാരണം അതൊരു എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എഴുതി പഠിക്കേണ്ടി വരും. എന്നാലാണ് അത് തറവാൻ പറ്റുന്നത്. അത് നിങ്ങൾ ഫൈനലിൽ ഒരു പക്ഷേ DPA എന്ന പേപ്പറിൽ നിങ്ങൾ പഠിക്കും, ഡ്രാഫ്റ്റിംഗ്, പ്ലീഡിംഗ് ആൻഡ് അപ്പിയറൻസ്. ഇവിടെ ഇതൊരു എക്സിക്യൂട്ടീവ് കുട്ടികൾക്ക് വേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇത് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ ഒരു ഫോർമാറ്റ് പഠിക്കത്തേക്കിലാക്കിത്തരാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റഡി മെറ്റീരിയലിലെ ഓരോ ചാപ്റ്ററിൻ്റെ അവസാനവും കിടക്കുന്ന കുറച്ച് റെസൊല്യൂഷൻസ് പഠിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഗൈഡ് ലൈൻസ് ആൻസറിൽ നോക്കിയിട്ട് റിപ്പീറ്റിലായിട്ട് 4-5 പ്രാവശ്യം നോക്കിയിട്ട് ചോദിക്കുന്ന റെസൊല്യൂഷൻസ് പഠിച്ചിട്ട് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ക്ലാസ്സും ആ ഫോർമാറ്റും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പരീക്ഷയിൽ എഴുതാൻ പറ്റും. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ പറയാം, ഈ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ തീരുമാനങ്ങളാണ്. കമ്പനി ബോർഡ് മീറ്റിങ്ങിലോ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിലോ എടുക്കുന്ന തീരുമാനങ്ങളെ പറയുന്ന ഒരു വാക്കാണ് റെസൊല്യൂഷൻ. നമ്മൾ ന്യൂ ഇയർ എന്നൊക്കെ പറയത്തില്ല, നമ്മൾ റെസൊല്യൂഷൻ എടുത്തു, ഇതിങ്ങനെ ചെയ്യത്തില്ല, ഇനി ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ തീരുമാനമാണ്. സോ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ തന്നെ കമ്പനികൾ ബോർഡ് മീറ്റിങ്ങിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിലും എടുക്കുന്ന ഫോർമലായിട്ടുള്ള, ഔദ്യോഗികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെ പറയുന്നതാണ് നമ്മൾ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അത് ബോർഡ് മീറ്റിങ്ങിലും 2 ടൈപ്പും ഷെയർ ഹോൾഡേഴ്സിൽ 2 ടൈപ്പും ഉണ്ട്. അത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൽ പൊതുവെ 2 ടൈപ്പ് റെസൊല്യൂഷൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ മെജോറിറ്റി, അതിനർത്ഥം 51% ഡയറക്ടേഴ്സ് വോട്ടിംഗ്. രണ്ടാമത്തത് യുനാനിമസ് റെസൊല്യൂഷൻ. അത് 100% ഡയറക്ടേഴ്സ് വോട്ടിംഗ്. ഇത് കുട്ടികളെ ഞാൻ പറയുന്നത് ബോർഡ് മീറ്റിംഗ് ആണ്. ബോർഡ് മീറ്റിംഗിൽ 2 ടൈപ്പ് റെസൊല്യൂഷൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ മെജോറിറ്റിയാണ്, അവിടെ തലയെണ്ണിയാണ് വോട്ട് ചെയ്യുന്നത്, ഷെയറും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ, ബോർഡ് മീറ്റിംഗിൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഹെൽഡ് ഈസ് ഇറിലവൻറ്റ്. അത് ഒരു ഡയറക്ടറിന് 1 വോട്ടാണ്. അങ്ങനെ 10 ഡയറക്ടർ ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ 6 പേര് ഒരു കാര്യം സമ്മതിച്ചാൽ, അതായത് 51% വോട്ടിംഗ് ആണെങ്കിൽ എബോവ് മെജോറിറ്റി, അല്ലേ, 10ൽ മെജോറിറ്റി എത്ര? 6. ആ ഡിസിഷൻ പാസ്സായി പോകും. അതിനെയാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ടിലെ ഒട്ടുമിക്ക എല്ലാ ബോർഡ് റെസൊല്യൂഷൻസും സിമ്പിൾ മെജോറിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കമ്പനീസ് ആക്ടിൽ അപൂർവമായ 2 ഏരിയയിൽ, 2 സെക്ഷനിൽ
യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബോർഡ് മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാ ഡയറക്ടറും ആ ഡിസിഷന് സമ്മതിച്ചിരിക്കണം. ആരും എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യരുത്, ആരും വോട്ട് ചെയ്യാതിരിക്കാനും പാടില്ല. അതിനെയാണ് നമ്മൾ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് കമ്പനീസ് ആക്ടിൽ രണ്ട് പ്രൊവിഷൻസിലേ ഉള്ളൂ. മെയിനായിട്ട് സെക്ഷൻ 203 അതായത് KMBയിലും അതുപോലെ തന്നെ സെക്ഷൻ 186 ഇന്റർ കോർപ്പറേറ്റിലും ഉണ്ട്. അപ്പോൾ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ മെയിനായിട്ട്. ഒന്ന് KMB അപ്പോയിന്റ്മെന്റ്, അതിലും MD അപ്പോയിന്റ്മെന്റ്, മൾട്ടിപ്പിൾ MD അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിലെ MD വേറൊരു കമ്പനിയിലും കൂടെ MD ആയിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ വേണം രണ്ടാമത്തെ കമ്പനിയിൽ. അതുപോലെ ഇന്റർ കോർപ്പറേറ്റ് ലോൺ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിന് താഴെയോ മുകളിലോ രണ്ടായാലും ബോർഡ് അപ്രൂവൽ എടുക്കുമ്പോൾ ബോർഡിന് യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ വേണം. കുട്ടികളെ ഈ 2 സാഹചര്യത്തിൽ മാത്രമാണ് മെയിനായിട്ട് കമ്പനീസ് ആക്ടിൽ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ ഉള്ളൂ. യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ബോർഡ് മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാ ഡയറക്ടറും ആ ഡിസിഷന് സമ്മതിക്കണം. ആരും എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യരുത്, ആരും വോട്ട് ചെയ്യാതെയും ഇരിക്കരുത്. ബാക്കിയുള്ള ഇതര എല്ലാ ബോർഡ് റെസൊല്യൂഷൻസും സിമ്പിൾ മെജോറിറ്റിയാണ്. 51% ഡയറക്ടേഴ്സ് സമ്മതിക്കണം. അപ്പൊ ഇതുപോലെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ, എങ്കിലും അത് പറഞ്ഞു തുടങ്ങാന്ന് വെച്ചു. ജനറൽ മീറ്റിംഗ് 2 ടൈപ്പ് റെസൊല്യൂഷൻ ആണുള്ളത്, എല്ലാവർക്കും അറിയാം. ഓർഡിനറി, 2 സ്പെഷ്യൽ. ഇവിടെ ഷെയറിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് 51%ഉം 75%. ഇതെല്ലാവർക്കും ഒരുതപ്പെട്ട് അറിയായിരിക്കും അല്ലെ. 51% ഷെയറിന്റെ വാല്യൂ വെച്ചിരിക്കുന്നവർ സമ്മതിച്ചാൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായി പോകും. അതുപോലെ 75% ഷെയറിന്റെ വാല്യൂ, പെയ്ഡ് അപ്പ് ഷെയറിന്റെ വാല്യൂ വച്ചിരിക്കുന്നവർ സമ്മതിച്ചാൽ ആ ഡിസിഷൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിട്ട് പാസ്സായി. ഇതാണ് ഓർഡിനറി റെസൊല്യൂഷൻ ORഉം സ്പെഷ്യൽ റെസൊല്യൂഷൻ SR. ഇത് ഒരുതപ്പെട്ട എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും. സെക്ഷൻ 114, 115 എന്ന് പറയുന്ന ഏരിയയിലെല്ലാം കമ്പനീസ് ആക്ടിൽ കവർ ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ്. അപ്പൊ ഇത് ആദ്യമേ ഒരു ഐഡിയ വെച്ചേക്കണം. ബോർഡ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെജോറിറ്റി സ്ഥലങ്ങളിലും സിമ്പിൾ മെജോറിറ്റി, അപൂർവം 2 സാഹചര്യത്തിൽ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷനും. അല്ലാതെ ജനറൽ മീറ്റിംഗിൽ പൊതുവെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്ക് ഓർഡിനറി റെസൊല്യൂഷനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഓൾ നോ ദിസ്. ഇത് ക്ലിയർ ആണോ അല്ലേ? അപ്പോൾ വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്ത് ബാക്കിലോട്ടൊക്കെ ഇട്ട് നോക്കുക. കാരണം ഇതിപ്പോൾ എനിക്കിത് മാച്ചിട്ട് വേണം അടുത്തത് പഠിപ്പിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ നോക്കുന്നു. യെസ്, ഇനി നമ്മൾ റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകാം. ആദ്യം ഒരു ബോർഡ് റെസൊല്യൂഷൻ നോക്കാം. മോഡൽ ബോർഡ് റെസൊല്യൂഷൻ. അപ്പോൾ റെസൊല്യൂഷൻസ് കമ്പനിയുടെ തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങൾ വരുന്നത് കമ്പനിയുടെ മിനിറ്റ്സിലാണ്, കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സിലാണ്. ജനറൽ മീറ്റിംഗ് ആണ്, ജനറൽ മീറ്റിംഗിന്റെ മിനിറ്റ്സിലാണ്. അപ്പോൾ റെസൊല്യൂഷൻസ് എവിടെ വരും എന്ന് ചോദിച്ചാൽ എവിടെ കാണാൻ പറ്റും? കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സിലാണ് കാണാൻ പറ്റുന്നത്. മിനിറ്റ്സിലാണല്ലോ തീരുമാനങ്ങൾ എഴുതുന്ന ഒരു മീറ്റിംഗിന്റെ അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് വേണം നമ്മൾ എപ്പോഴും റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിനിറ്റ്സ് എന്ന് പറയുന്നത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് എടുക്കുന്ന ഡോക്യുമെന്റ് ആണ്. നാളെ ഒരു കാലത്ത് പല സമയത്തും നമുക്ക് റെഫർ ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ്. ആയതിനാൽ എപ്പോഴും റെസൊല്യൂഷൻസ് മിനിറ്റ്സിന്റെ ഇൻട്രൊഡക്ഷനൊക്കെ എഴുതി ആമുഖവും ഇൻട്രൊഡക്ടറി പാരഗ്രാഫൊക്കെ എഴുതിയിട്ട് അതിന്റെ അവസാനമാണ് നമ്മൾ തീരുമാനം എഴുതുന്നത്. റെസൊല്യൂഷനായിട്ട് തീരുമാനം എഴുതുമ്പോൾ എപ്പോഴും ഫോർമൽ ലാംഗ്വേജിലും അടിച്ചാ പൊട്ടാത്ത ലാംഗ്വേജ് ഒന്നും വേണ്ട, വളരെ ഫോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികളെ ഈ റെസൊല്യൂഷൻസ് ഫോർമലാണ്, ഫൈനലാണ്, തീരുമാനിച്ചതാണ് എന്ന് അറിയാൻ വേണ്ടി എപ്പോഴും റെസൊല്യൂഷൻസ് നമ്മൾ ബോൾഡ് ലെറ്ററിൽ റിസോൾവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. റിസോൾവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞു. റിസോൾവ്ഡ് ദാറ്റ്. ഇതെന്തിനാ ഇങ്ങനെ എഴുതുന്നേ? ഇതൊരു സെക്രട്ടേറിയൽ കീഴ്വഴക്കമാണ്. ഇതിങ്ങനെ എഴുതാൻ കാര്യം ഫോർമലായിട്ടുള്ള തീരുമാനമാണെന്നും ഫൈനലായിട്ടുള്ള തീരുമാനമാണെന്നും അറിയാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും റെസൊല്യൂഷന്റെ ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് ഇൻവെർട്ടഡ് കമ്മ ഓപ്പൺ ചെയ്തിട്ട് ബോൾഡ് ലെറ്ററിൽ റിസോൾവ്ഡ് ദാറ്റ്. നിങ്ങളും പരീക്ഷയ്ക്ക് ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ റിസോൾവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞു.
കുട്ടികളെ ഈ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു തീരുമാനത്തിന്റെ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആ തീരുമാനം കമ്പനീസ് ആക്ടിലെ ഏതെങ്കിലും പ്രൊവിഷൻ ബന്ധപ്പെട്ട തീരുമാനമാണെങ്കിൽ ആ പ്രൊവിഷൻ ഏതാണെന്ന് ഇവിടെ എഴുതണം. പ്രൊവിഷൻ എന്ന് വെച്ചാൽ പെർസ്യൂന്റ് ടു ആ സെക്ഷൻ ഏതാണെന്ന് ഇവിടെ തന്നെ എഴുതണം. മോസ്റ്റ് ഓഫ് ദ റെസൊല്യൂഷൻസും കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. നെയിം ചേഞ്ച്, അഡീഷണൽ ലെറ്റർ അപ്പോയിന്റ്മെന്റ്, MD അപ്പോയിന്റ്മെന്റ്, CS അപ്പോയിന്റ്മെന്റ്, ലോൺ കൊടുക്കുക, ലോൺ എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാത്തിനും നിങ്ങൾക്കറിയാം കമ്പനീസ് ആക്ടിൽ വേരിയസ് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 13, 14, ലോണൊക്കെ പോവാണെങ്കിൽ 179(3), ഇന്റർ കോർപ്പറേറ്റ് ആണെങ്കിൽ 186, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ 184, 188, ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, ചാർജ് ക്രിയേഷൻ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്കറിയാം ഏത് ഇന്നറൗണ്ട് ഒരുതപ്പെട്ട എല്ലാ തീരുമാനങ്ങളും കമ്പനീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ റെസൊല്യൂഷൻ എന്ന കാര്യം അവിടെ തന്നെ പറയണം. നമ്മളിപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കമ്പനീസ് ആക്ട് പോലെ തന്നെ ഒരു കമ്പനിക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആയതിനാൽ നിങ്ങളിപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന റെസൊല്യൂഷൻ അഥവാ നിങ്ങളിപ്പോൾ എടുക്കുന്ന തീരുമാനം ഏതെങ്കിലും ആർട്ടിക്കിൾസിന്റെ ക്ലോസിന് വിധേയമായിട്ടാണെന്നുണ്ടെങ്കിൽ അതും അവിടെ പറയണം. ഈ ക്ലോസ് പ്രകാരമാണ് ഈ റെസൊല്യൂഷൻ തീരുമാനമെടുത്തിരിക്കുന്നത് പറയും. അതുപോലെ കുട്ടികളെ ഈ റെസൊല്യൂഷൻ ഏതെങ്കിലും അപ്രൂവലിന് വിധേയമാണെങ്കിൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ അപ്രൂവലിന് വിധേയമോ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് വിധേയമാണെന്നുണ്ടെങ്കിൽ അതും അവിടെ പറയണം. അങ്ങനെ നിയമപരമായിട്ടുള്ള എല്ലാ ഇഫ്സും ബട്ട്സും നമ്മൾ എന്ത് ചെയ്യണം? റെസൊല്യൂഷന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ പറയണം. ഇപ്പൊ ബോർഡ് റെസൊല്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഉദാഹരണത്തിന് കമ്പനിയിൽ ഒരു അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വെച്ച് പഠിക്കാം. അപ്പോൾ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡയറക്ടറിന്റെ പ്രൊവിഷൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത് മനസ്സിലാവും പെട്ടെന്ന്. റിസോൾവ്ഡ് ദാറ്റ് പെർസ്യൂവന്റ് ടു, ഇങ്ങനത്തെ ചില വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. കുട്ടികളെ പരീക്ഷയ്ക്ക് ഫോർമാറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ സ്പെല്ലിംഗ് തെറ്റില്ലാതെ പഠിക്കുക. സെക്ഷനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എഴുതുന്ന വാക്കാണ് പെർസ്യൂവന്റ് ടു. സെക്ഷൻ ഷോർട്ട് ഫോംസ് ഒന്നും പാടില്ല. 161 subsection 1 of the Companies Act 2013 and subject to articles of association of the company. നമുക്കിപ്പോൾ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആർട്ടിക്കിളിന്റെ ക്ലോസ് പറയാത്ത. പ്രാക്ടിക്കലി ആർട്ടിക്കിൾസിൽ ഒരു ക്ലോസ് കാണും, ഇന്ന ക്ലോസ് പ്രകാരമാണ് നമ്മൾ അപ്പോയിന്റ്. ഇവിടെ നമുക്കതില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആൻഡ് സബ്ജക്ട് ടു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ശ്രീ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ മിസ്റ്റർ, സിമ്പിളായിട്ട് അങ്ങ് എഴുതാം. മിസ്റ്റർ സേ കിരൺ കെ എന്ന് ചുമ്മാ ഒരു എക്സാമ്പിൾ. ബ്രാക്കറ്റിൽ ഡിൻ നമ്പർ, ഡിൻ. ഡയറക്ടർമാരെ പേര് എഴുതുമ്പോൾ എപ്പോഴും ഡിന്ന് കൊണ്ടുവരിക, ബ്രാക്കറ്റിൽ ഡിൻ. ഇനി നമ്മളൊരു കണക്റ്റിംഗ് ജാർഗൺ യൂസ് ചെയ്യും, ബി ആൻഡ് ഈസ് ഹിയർ ബൈ. അപ്പോൾ കുട്ടികളെ ഞാൻ വീണ്ടും പറയുന്നു, ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷകൾ, എസ്പെഷ്യലി എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഈ ഫോർമാറ്റ് നല്ല രീതിയിൽ നോക്കുക. പെർസ്യൂവന്റ് ടു എന്നുള്ള വാക്ക്, സബ്ജക്ട് ടു എന്ന വാക്ക്, ബി ആൻഡ് ഈസ് ഹിയർ ബൈ എന്ന വാക്ക്, ഇതുപോലെ തന്നെ ആൻസർ ഷീറ്റിൽ വരണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇതൊരു സെക്രട്ടേറിയൽ പ്രൊസീജിയറാണ്, കീഴ്വഴക്കമാണ്. ബി ആൻഡ് ഈസ് ഹിയർ ബൈ എന്താ പറയുക? നമ്മളിപ്പോൾ ആരെ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? അഡീഷണൽ ഡയറക്ടർ അപ്പോയിന്റഡ് ആസ് ദ അഡീഷണൽ ഡയറക്ടർ ഓഫ് ദ കമ്പനി വിത്ത് എഫക്ട് ഫ്രം, ഒരു ഡേറ്റ് കൊടുക്കണ്ടേ അല്ലേ? വിത്ത് എഫക്ട് ഫ്രം ബോർഡിന്റെ ഡേറ്റ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കൊരു 01/05/2026 നമുക്ക് 02 എടുക്കാം ഒരു എളുപ്പത്തിന് വേണ്ടി. ഡോട്ട് ഇൻവെർട്ടഡ് കമ ക്ലോസ്. കുട്ടികളെ, ഇതാണ് ഒരു പാരഗ്രാഫ്. ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തത് മോഡൽ ബോർഡ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് അപ്പോയിന്റ്മെന്റ് ഓഫ് അഡീഷണൽ ഡയറക്ടർ, അഡീഷണൽ
ഡയറക്ടർ അപ്പോയിൻമെന്റ്. എളുപ്പത്തിന് വേണ്ടിയാണ്, പഠിപ്പിക്കാൻ വേണ്ടി അപ്പോയിൻമെന്റ്. അപ്പൊ എങ്ങനെയാ സാർ ഡ്രാഫ്റ്റ് ചെയ്തത്? റിസോൾവ് ദാറ്റ് ഇൻവെർട്ടർ കമ്മ ഓപ്പൺ ചെയ്യണം. ആദ്യത്തെ റിസോൾവ് ദാറ്റ് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. പിന്നെ സ്മോൾ ലെറ്ററിൽ സെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു കണക്ടൻ ലൈൻ യൂസ് ചെയ്യും. പെർസ്യുവന്റ്, സ്പെല്ലിംഗ് തെറ്റാതെ പഠിക്കുക. പെർസ്യുവന്റ് ടു സെക്ഷൻ എഴുതുക. സബ്സെക്ഷൻ വൈസ് എഴുതണമെന്നില്ല. പക്ഷെ ഇപ്പൊ അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത് ആ 161(1) മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നുള്ളൂ. കോമൺ ആയിട്ടൊരു സെക്ഷൻ എഴുതിയാലും മതി. അണ്ടർ സെക്ഷൻ 161 പെർസ്യുവന്റ് ടു സെക്ഷൻ 161 എഴുതിയാലും തെറ്റില്ല. എന്നാലും പെർസ്യുവന്റ് ടു എന്ന് എഴുതുന്നതാണ് എൻ്റെ ആർട്ട്. കമ്പനീസ് ആക്ട് ആണ്. റൂളൊക്കെ വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോസ്മെറ്റിക്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യാം. കോസ്മെറ്റിക്സ് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രവാണ്. സെക്ഷൻ 161(1) പ്രകാരം അഡീഷണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻഡ് സബ്ജക്ട് ടു ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. പേര്, അവിടെ സല്യൂട്ടേഷൻ യൂസ് ചെയ്യണം. മിസ്റ്റർ, ശ്രീ, മിസ്, മിസ്സിസ് ഒക്കെ യൂസ് ചെയ്യണം. ഡയറക്ടർമാരെ എപ്പോൾ അപ്പോയിന്റ് ചെയ്തതും ബ്രാക്കറ്റിൽ ഡിൻ നമ്പർ എഴുതണം. ഒരു സാങ്കല്പികമായിട്ട് ഒരു 6 ഡിജിറ്റ് എഴുതാനുള്ള സ്ഥലം ഇട്ടാൽ മതി. പിന്നെ ഒരു കണക്റ്റിംഗ് ജാർഗൺ യൂസ് ചെയ്യും. ബി ആൻഡ് ഈസ് ഹിയർ ബൈ അപ്പോയിന്റഡ് ആസ് ദ അഡീഷണൽ ലെറ്റർ ഓഫ് ദ കമ്പനി. ഒബ്വിയസ്ലി എപ്പോഴും അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോൾ ഒരു വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് പറയും. അപ്പോ ഇപ്പോ ഈ അഡീഷണൽ ആയിട്ട് അപ്പോയിന്റ്മെന്റിന്റെ ഒരു പാർട്ടായി കുട്ടികളെ റെസൊല്യൂഷന്റെ ഒരു പാരഗ്രാഫ് ഒരു ആശയമേ പാടുള്ളൂ. വേറൊരു ആശയം പറയുമ്പോൾ അടുത്ത പാരഗ്രാഫിൽ വേണം പറയാം. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെയല്ലേ അല്ലേ? വി വിൽ സ്റ്റിക്ക് വൺ കൺസെപ്റ്റ് ഇൻ ടു വൺ പാരഗ്രാഫ് ആൻഡ് വെൻ ദർ ആർ മോർ കൺസെപ്റ്റ്സ് വി വിൽ ടേക്ക് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ്. അതുപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? പുതിയൊരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുന്നു അടുത്ത കാര്യം എഴുതാനായിട്ട്. റിസോൾവ് ഫർദർ ദാറ്റ്. അപ്പോ റെസൊല്യൂഷൻസിൽ രണ്ടാമത്തെ പാരഗ്രാഫും മൂന്നാമത്തെ പാരഗ്രാഫും അഥവാ ഫസ്റ്റ് പാരഗ്രാഫ് ഒഴികെ ബാക്കി പാരഗ്രാഫിൽ തുടങ്ങുമ്പോൾ വീണ്ടും ഇൻവെർട്ടർ കമ്മ ഓപ്പൺ ചെയ്യുക. മുകളിലോ ഇൻവെർട്ടർ കമ്മ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഓപ്പൺ ചെയ്യുക. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ റിസോൾവ് ഫർദർ ദാറ്റ് എന്ന് പറയും. RFT, റിസോൾവ് ഫർദർ ദാറ്റ്. ഇതാ വീണ്ടും നമ്മൾ തീരുമാനിക്കുന്നു. എന്താണ്? ഇവരുടെ ടെന്യൂർ ഫിക്സ് ചെയ്യണം അല്ലെ? റിസോൾവ് ഫർദർ ദാറ്റ് ദ ടെന്യൂർ ഓഫ് ദ സെഡ് അയാൾ സെഡ് അഡീഷണൽ ഡയറക്ടർ വിൽ ബി അപ് ടു the date of next annual general meeting. അപ്പോൾ ഈ അഡീഷണൽ ഡയറക്ടറിന് ഒരു സമയമുണ്ട്. സമയം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ടെന്യൂർ തീരുന്നത് അടുത്ത AGM-ലാണ്. അതും കൂടെ വ്യക്തമാക്കണം. അല്ലാതെ നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ ഇയാൾ പിന്നെ എന്ന് ഇറങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ, റെസൊല്യൂഷൻസ് തീരുമാനമായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും അതിന് പൂർണ്ണമായിട്ട് എടുക്കണം. ഒരാശയം ഒരു പാരഗ്രാഫിലും അടുത്ത ആശയം അടുത്ത പാരഗ്രാഫ്. റിസോൾവ് ഫർദർ ദാറ്റ് ദ ടെന്യൂർ ഓഫ് ദ സെഡ് അഡീഷണൽ ഡയറക്ടർ വിൽ ബി അപ് ടു ദ ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ആനുവൽ മീറ്റിംഗ്. ചില കുട്ടികൾ ചോദിക്കും, സാർ ശമ്പളം കൊടുക്കണ്ടേ, ലെറ്റർ കൊടുക്കണ്ടേ, അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടേ? എന്റെ കുട്ടികളെ, ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് പുറമെ സ്റ്റഡി മെറ്റീരിയലിലെ ഫോർമാറ്റ്സോ പ്രൈവറ്റ് ഫോർമാറ്റ്സോ നിങ്ങളെ മറ്റുള്ള ടീച്ചേഴ്സ് പഠിപ്പിച്ചിരുന്ന ഫോർമാറ്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും അഡീഷണൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം. കുറച്ച് ലാംഗ്വേജ് ഒക്കെ വേണമെങ്കിൽ, പഠിച്ചപ്പോഴത്തെ ലാംഗ്വേജ് അല്ല, കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ ഇമ്പ്രൂവൈസ് ചെയ്യാം. അത് നമ്മൾ കോസ്മെറ്റിക് ചേഞ്ചസ് എന്ന് പറയും. കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താം. പക്ഷേ ബേസിക് സ്ട്രക്ചറിനാണ് മാർക്ക്. ബേസിക് സ്ട്രക്ചർ തെറ്റിയാൽ എല്ലാം പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു ബേസിക് സ്ട്രക്ചറാണ്. ചില കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ എന്നൊക്കെ തോന്നും. കുറച്ചൊക്കെ അങ്ങനെയൊക്കെ എഴുതാം, തെറ്റൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ കുറച്ച് ക്രിയേറ്റീവ്നെസ്സും. പക്ഷേ വീണ്ടും പറയുന്നു, ഇത് മിനിറ്റ്സിൽ പേസ്റ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗിന്റെ ഫോർമൽ തീരുമാനമാണെന്ന് മറക്കരുത്. ആയതിനാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഏത് സെക്ഷൻ പ്രകാരമാണെന്നും ആർട്ടിക്കിൾസിൽ ഏത് പ്രൊവിഷൻ പ്രകാരമാണെന്നുള്ള നിയമപരമായ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമ്പോൾ മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടു പഠിച്ചിട്ട് ഇനി റെസൊല്യൂഷൻ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കമാൻഡ് കിട്ടും, പഠിക്കാൻ പെട്ടെന്ന് മനസ്സിലാവും, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശം. ഓക്കെ കുട്ടികളെ, അപ്പോൾ നമുക്ക് ഇനിയൊരു ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ എടുക്കാം. മോഡൽ ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ. സേ ഫോർ എക്സാമ്പിൾ, അഡോപ്ഷൻ ഓഫ് ആനുവൽ അക്കൗണ്ട്സ്.
ഇത് AGM റെസൊല്യൂഷനാണ് അല്ലേ? ഇത് AGMന്റെ റെസൊല്യൂഷനാണ്. അപ്പോൾ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ AGM ആണെന്നുള്ള കാര്യം മറക്കരുത്. സോ ആനുവൽ ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ. അപ്പോൾ ഇത് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ ആനുവൽ അക്കൗണ്ട്സ് എങ്ങനെ അഡോപ്റ്റ് ചെയ്യും? കമ്പാരിറ്റീവ്ലി ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ റെസൊല്യൂഷനാണ് നമുക്ക് നോക്കാം. റിസോൾവ് ദാറ്റ് the audited financial statements of the company ഇതൊക്കെയാണുള്ള including the audited balance sheet as on 31st March 2025, statement of profit and loss account for the year ended, say 31st March 2025. Cash flow statement വേണമെങ്കിൽ cash flow statement for the year ended ഡേറ്റ് വീണ്ടും വീണ്ടും എഴുതാം, അല്ലെങ്കിൽ ഒത്തിച്ചൊരിടത്ത് എഴുതാം. 31st March 2026. B and R നമുക്കിനി ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അല്ലേ, ടുഗദർ വിത്ത് the directors report for the year and auditors report thereon we and are hereby received, considered and adopted by the shareholders of the company. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ കമ്പാരിറ്റീവ്ലി? അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം സെക്ഷൻ ഒന്നും കോട്ട് ചെയ്തിട്ടില്ല, നേരെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്ഷൻസ് റെഫർ ചെയ്യും, തെറ്റില്ല, നേരെയും പറയാം. അപ്പോൾ എങ്ങനെയാണ് ബിൽ സർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്? റിസോൾവ് ദാറ്റ് ദ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ കമ്പനി, ഇതെല്ലാം ഓഡിറ്റ് ചെയ്തല്ലേ അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഇൻക്ലൂഡിങ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വർഷം, വീണ്ടും വേണമെങ്കിൽ ഓഡിറ്റഡ് എഴുതാം, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വർഷം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വർഷം, മറക്കരുത് ടുഗദർ വിത്ത് ദ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, കമ്പനിയുടെ ആ വർഷത്തെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടും ആ വർഷത്തെ ഓഡിറ്റർ തന്ന ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഷെയർ ഹോൾഡേഴ്സ് റിസീവ് ചെയ്തു, അതിനെ പരിശോധിച്ചു, കൺസിഡർ ചെയ്തു, അഡോപ്റ്റ് ചെയ്തു. ഈ വാക്ക് $1 മില്യൺ വാക്കാണ്, അഡോപ്ഷൻ. ഇങ്ങനത്തെ വാക്കുകൾ റെസൊല്യൂഷനിൽ വരണം. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അപ്രൂവ് ചെയ്യുന്നത് ബോർഡാണ്. കുറച്ചുകൂടി വേറെയിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്, അപ്രൂവ് ചെയ്യുന്നത് ബോർഡാണ്, അഡോപ്റ്റ് ചെയ്തത് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം AGMൽ അഡോപ്റ്റ് ചെയ്യുന്ന റെസൊല്യൂഷൻ ആയതുകൊണ്ട് അവസാനം അഡോപ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയണം. ഇവിടെ ഞാൻ സെക്ഷൻ ഒന്നും കോട്ട് ചെയ്തിട്ടില്ല, നേരിട്ടങ്ങ് എഴുതും. ചില കുട്ടികൾക്ക് സെക്ഷൻ കോട്ട് ചെയ്യാൻ പാടാന്ന് പറയും. വ്യക്തമായിട്ടും പരീക്ഷകളിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റ് അറിയാമെങ്കിൽ പെർസ്യൂന്റ് ടു സെക്ഷൻ എഴുതാം. പക്ഷേ തെറ്റിച്ചെഴുതുക, ഊഹാഭോഗങ്ങൾ എഴുതുക, വെട്ടിത്തിരുത്തി എഴുതുന്ന കൺസെപ്റ്റ് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സെക്ഷൻ കോട്ട് ചെയ്യാത്ത ഒരു ഫോർമാറ്റ് കൂടെ തന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനി പറയണ്ടല്ലോ, വീണ്ടും വീണ്ടും അല്ലേ, ഇൻവെർട്ടഡ് കമ റിസോൾവ് ക്യാപിറ്റൽ ലെറ്റർ. ഇത് പ്രാക്ടീസ്, ഞാൻ പറഞ്ഞു ഇത് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ കുറച്ചെണ്ണം എഴുതി പഠിക്കുകയും ഇത്തരം ലെക്ചേഴ്സ് ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ അതായത് സ്റ്റഡി മെറ്റീരിയൽ ഓരോ ചാപ്റ്ററിന് താഴെയും കിടക്കുന്ന റെസൊല്യൂഷൻസ് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട്? നമുക്ക് ഒരെണ്ണം കൂടെ ഡ്രാഫ്റ്റ് ചെയ്യണോ? നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. ഏതാ വേണ്ടേ? ബോർഡ് വേണോ,
ഇതിൽ പൊതുവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന കുറച്ച് ട്രെൻഡ്സ് ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് നോക്കിയിരിക്കണം കേട്ടോ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ചില റെപ്പറ്റീഷൻ ഏരിയാസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ KMB അപ്പോയിൻമെൻറ്റ്. എന്തായാലും ഒരു KMB അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു ചോദ്യം വരും. ചോദിക്കുകയാണെങ്കിൽ റെസൊല്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ KMB അപ്പോയിൻമെൻറ്റ് വരും. ലോൺ എടുക്കുന്നത്, എസ്പെഷ്യലി കമ്പനിയുടെ നെറ്റ്വർത്തിന് കൂടുതൽ ഓവർ ലോൺ എടുക്കുന്നത്, അത്തരം കാര്യങ്ങൾ വരും. പിന്നെ ഈ ആർട്ടിക്കിൾസും അതുപോലെ തന്നെ മെമ്മറണ്ടവും ആൾട്ടർ ചെയ്യുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഒന്ന് നല്ലൊരു ഒന്ന് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു നെയിം ചേഞ്ച് ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ. നെയിം ചേഞ്ച്, മോഡൽ റെസൊല്യൂഷൻ, നെയിം ചേഞ്ച് നമുക്ക് നോക്കാം. നെയിം ചേഞ്ച് എവിടെയാണെന്ന് അറിയാമല്ലോ അല്ലേ. നെയിം ചേഞ്ചിന് ഷെയർ ഹോൾഡർ അപ്രൂവലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനറൽ മീറ്റിംഗ് ആണ്, EGM ആയിരിക്കും കേട്ടോ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഇൻവെർട്ടർ കമ്മ ഓപ്പൺ ചെയ്തു, റിസോൾവ് ദാറ്റ്. ഇനി നിങ്ങൾ സ്പീഡ് കൂട്ടണം. റിസോൾവ് ദാറ്റ്, ഇതിന് സെക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞ, പെർസ്യൂവന്റ് ടു സെക്ഷൻ എന്ന് എഴുതണം അല്ലേ. സെക്ഷൻ 2-3 സെക്ഷൻ ഉണ്ട്. നമുക്ക് സെക്ഷൻ 14 കോട്ട് ചെയ്യാം, 14 മെയിൻ സെക്ഷൻ കോട്ട് ചെയ്യാം. റൂൾസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാം അവിടെ നിന്ന് നമുക്ക് സെക്ഷൻ അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. മെയിൻ ആയിട്ടുള്ള സെക്ഷൻ വേണമെങ്കിൽ ഒരു ലൈൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. പെർസ്യൂവന്റ് ടു സെക്ഷൻ 14 ഓഫ് കമ്പനീസ് ആക്ട് 2013 and other relevant provisions and rules under the Companies Act 2013. ഇങ്ങനെ എഴുതിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സെക്ഷൻ പരാമർശിക്കുന്ന ഏരിയ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നെയിം ചേഞ്ച് പറയുമ്പോൾ പല പ്രൊവിഷൻസും അതിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ട് വരും. അതുപോലെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ, ഷെയർ ക്യാപിറ്റൽ ആൾട്ടർ ചെയ്യുമ്പോഴോ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന റെസൊല്യൂഷനോ, റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന റെസൊല്യൂഷനോ, അല്ലെങ്കിൽ KMB അപ്പോയിൻമെന്റ് വരുമ്പോഴോ, MD അപ്പോയിൻമെന്റ് വരുമ്പോഴോ, റെമ്യൂണറേഷൻ ഫിക്സിംഗ് വരുമ്പോഴോ, ഏത് റെസൊല്യൂഷൻ, ഇൻട്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് വരുമ്പോഴോ, ഏത് റെസൊല്യൂഷൻ ചോദിക്കുമ്പോഴും കുട്ടികൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷൻ അറിയാം. പക്ഷെ കുറേ പ്രൊവിഷൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുക. എന്താണ്, മെയിൻ സെക്ഷൻ കോട്ട് ചെയ്തിട്ട് റിസോൾവ് ദാറ്റ് പെർസൺ ടു സെക്ഷൻ 14 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആൻഡ് അതർ റിലവന്റ് പ്രൊവിഷൻസ് ആൻഡ് റൂൾസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് എന്ന് എഴുതിയാൽ. അതായത് ഇതര പ്രൊവിഷൻസും റൂൾസും കൂടെ പാലിച്ചുകൊണ്ട് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ വരും. ഇതൊരു എളുപ്പ വഴിയാണ്. സച്ച് അതർ പ്രൊവിഷൻസ്. പക്ഷെ ഒരു സെക്ഷൻ കോട്ട് ചെയ്തിട്ട് പറയുന്നതാണ് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒരു റിലവൻസ് ഉള്ളൂ. ഇപ്പോൾ 14 എന്ന് പറയുന്നത് ആൾട്ടറേഷനാണ്, മെമ്മറണ്ടം ആൾട്ടറേഷൻ, കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് 16 റെഫറൻസ് വരും, ചില ഇതര സ്പെഷ്യൽ റെസൊല്യൂഷൻസിൻ്റെ ഇത് വരും. അതുകൊണ്ട് എല്ലാം കൂടെ കോട്ട് ചെയ്യുന്നതിന് പകരം മെയിൻ സെക്ഷൻ കോട്ട് ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അതർ പ്രൊവിഷൻസിൻ്റെയും അതർ റിലവൻറ്റ് പ്രൊവിഷൻസിൻ്റെയും റൂൾസിൻ്റെയും കൂടി ഒരു റെഫറൻസ് പറഞ്ഞാൽ മതി. ഇതാണ് കണ്ടോ, റിസോൾവ് ദാറ്റ് പെർസ്യൂവന്റ് ടു സെക്ഷൻ 14 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 and other relevant provisions and rules under the Companies Act 2013 and subject to, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം അല്ലേ, ആൻഡ് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. കാരണം നെയിം ചേഞ്ചിന് എന്ത് വേണം, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം അല്ലേ. സെൻട്രൽ ഗവൺമെന്റ്, subject to the approval of the central government, the name of the company, be and is connecting jargon എന്താ, be and is hereby changed from, say ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇടാം, ABC Private Limited to XYZ Private Limited and അത്രയും നമുക്ക് അടുത്ത് രണ്ടാമത്തെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ തീരുമാനം. എന്താണ്, റിസോൾവ് ദാറ്റ് പെർസ്യൂവന്റ് ടു സെക്ഷൻ 14 ഓഫ് ദ കമ്പനീസ് ആക്ട്, അതർ റിലവന്റ് പ്രൊവിഷൻസ് ആൻഡ് റൂൾസ് ആൻഡ് സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. കാരണം സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടെങ്കിലേ പേര് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലിന് വിധേയമായിട്ട് കമ്പനിയുടെ പേര് ഈ പേരിൽ നിന്നും ഈ പേരിലോട്ട് മാറ്റിയിരിക്കുന്നു എന്നല്ല, മാറ്റാൻ ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിംഗിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി എന്ത് തീരുമാനമാണ് വേണ്ടേ നമുക്ക്, റിസോൾവ് ഫർദർ അല്ലേ, റിസോൾവ് ഫർദർ ദാറ്റ് ക്ലോസ് 1 ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ
of the company be and is hereby changed accordingly. എന്ന് വെച്ചാൽ എന്താർത്ഥം? കമ്പനിയുടെ നെയിം ക്ലോസ് പറഞ്ഞിരിക്കുന്നത് മെമ്മറാണ്ടത്തിലെ ഫസ്റ്റ് ക്ലോസിലാണ്. അപ്പൊ ആ ക്ലോസ് മാറും അല്ലെ. അവിടെ എന്ത് വേണം? അവിടെ എന്താ ഓൾറെഡി കിടക്കുന്നത്? നെയിം ഓഫ് ദ കമ്പനി ഈസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും അല്ലെ. നെയിം ഓഫ് ദ കമ്പനി ഈസ് ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കിടക്കുന്ന ലൈന് മാറി ഇനി എന്താവണം? ദ നെയിം ഓഫ് ദ കമ്പനി ഈസ് XYZ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാവണം. അതാവും താനെ ആവൂലല്ലോ കുട്ടികളെ, അതിന് ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിക്കണ്ടേ? അതാണ് അടുത്ത പോയിന്റ്. അടുത്ത പാരഗ്രാഫ് എന്താ? റിസോൾവ് ഫർദർ ദാറ്റ് ക്ലോസ് 1 ഓഫ് ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ബി ആൻഡ് ഈസ് ഹിയർ ബൈ ചേഞ്ച്ഡ് അക്കോർഡിംഗ്ലി. അത്തരം മാറ്റങ്ങൾ അത് വരുന്നു. ഇനി നമുക്ക് ഇത് കുറച്ച് വലിയ സീരിയസ് സംഭവമായിട്ട് നമുക്ക് ഒരു അതോറിറ്റി കൂടി കൊടുക്കാം. റിസോൾവ് ഫർദർ ദാറ്റ് നെയിം ചേഞ്ച് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നെയിം ചേഞ്ച് വരുമ്പോൾ മെമ്മറാണ്ടം ആൾട്ടർ ചെയ്യണം. ക്ലോസ് 1 അത് ആൾട്ടർ ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുക്കണം, അതവിടെ പറഞ്ഞു. ഇനി എന്തെങ്കിലും വേണം, ഇനി കുറേ അപ്രൂവൽസും ഇൻഫർമേഷനും, കാരണം പേര് ചേഞ്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കങ്ങനെ ഓരോന്നും ആലോചിച്ച് എഴുതാൻ പറ്റില്ല, അതിന് എളുപ്പം ഒരു വഴിയുണ്ട്. ഓക്കെ, റിസോൾവ് ഫർദർ ദാറ്റ് മിസ്റ്റർ പ്രകാശ് ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ്, ഇങ്ങനെ പേരൊന്നുമില്ല, ചുമ്മാ എക്സാമ്പിൾ ബ്രാക്കറ്റിൽ ഡിൻ the managing director of the company be and is hereby authorized to do all such acts and deeds and inform all regulatory authorities as may be necessary to give effect. നമുക്കൊരു കാര്യം ചെയ്യാം, അതോറിറ്റീസ് അപ്പോൾ ഇനി MDക്ക് ഒരു കോമൺ ആയിട്ടൊരു ഓതറൈസേഷൻ കൂടി കൊടുക്കുക. കാരണം നമുക്ക് അറിഞ്ഞൂടല്ലോ എന്തെങ്കിലും ഇനി ചെയ്യണോ, എന്തെങ്കിലും ഫോംസ് ഫയൽ ചെയ്യണം അല്ലേ, നമുക്ക് അറിഞ്ഞൂടെ MGT 14 ഫയൽ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരിക്കലും റെസൊല്യൂഷനിൽ ഇങ്ങനെ MD ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് മാറ്റം വരുത്തേണ്ട എന്തൊക്കെ ചെയ്യണമെന്ന് ലിസ്റ്റ് എഴുതാൻ പറ്റത്തില്ല. വീണ്ടും ഞാൻ പറയുന്നു, റെസൊല്യൂഷൻ ഒരു തിയറി അല്ല, റെസൊല്യൂഷൻ ഒരു ഫോർമൽ ആയിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിൽ നമ്മൾ എടുത്തു, കമ്പനീസ് ആക്ടിന് വിധേയമായി ഇത് മാറ്റുന്നു, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എടുത്ത് മാറ്റുന്നു, ഈ പേരിട്ട് മാറ്റുന്നു, കൊള്ളാം. മെമ്മറാണ്ടത്തിന്റെ ക്ലോസ് 1 മാറ്റുന്നു, കൊള്ളാം. ഇനി എന്ത് ചെയ്യണം? ബാക്കിയുള്ള പ്രൊസീജറൽ മാറ്റേഴ്സിന് നമ്മൾക്ക് എല്ലാം റെസൊല്യൂഷൻ എഴുതേണ്ട കുട്ടികളെ, മറിച്ച് മാനേജിംഗ് ഡയറക്ടറിനോ മറ്റൊരു ഡയറക്ടറിനോ കമ്പനി സെക്രട്ടറിക്കോ അത് ഓതറൈസ് ചെയ്താൽ മതി, അവർ ചെയ്തു. Resolved further that Mr. Prakash, Director DIN number, the mandator of the company, be and is authorized to do all such acts. വേണം നമുക്ക് ഫയൽ ഓൾ ഫോംസ്, ഈ ഫോംസ് ഒന്നുകൂടാക്കാം. അപ്പോൾ എന്തെങ്കിലും ഫോമുകളൊക്കെ ഫയൽ ചെയ്യണമെങ്കിൽ അതിൽ എന്ത് കവർ ചെയ്തു, അങ്ങനെ കോസ്മെറ്റിക്സ് ആയിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വരുത്താം. ആൻഡ് ഫയൽ ഓൾ ഈ ഫോംസ് ആൻഡ് ഡു ഓൾ ഡീഡ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ. ആൻഡ് ഇൻഫോം ഓൾ റെഗുലേറ്ററി അതോറിറ്റീസ് about the name change and change as may be necessary to give effect to this resolution. ഇത് എൻ്റെ ഒരു സ്റ്റൈൽ, ഇപ്പോഴത്തെ മോഡിൽ അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഇത് എങ്ങനെ വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പരിധി വരെ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ പഠിപ്പിക്കുമ്പോൾ നമ്മളെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. മൂന്നാമത്തത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല, മൂന്നാമത്തെ പറയാം. പക്ഷേ എങ്കിലും പഠിപ്പിക്കുമ്പോൾ ഒത്തിരി പേര് വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ നെയിം ചേഞ്ച് റെസൊല്യൂഷൻ കുറച്ചുകൂടി ഞാൻ ക്വാളിറ്റി കൂട്ടിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. 3 പാർട്ടായിട്ട് റെസൊല്യൂഷൻ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടാണ് എൻ്റെ ഹൃദയം അല്ലേ. എന്താണ്? കമ്പനീസ് ആക്ടിലെ ഈ സെക്ഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലിന് വിധേയമായി ഈ കമ്പനിയുടെ പേര് ഈ പേരിൽ നിന്ന് ആ പേരിലോട്ട് ഞങ്ങൾ മാറ്റുന്നു. ഷെയർ ഹോൾഡേഴ്സ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി മെമ്മറാണ്ടത്തിന്റെ ക്ലോസ് 1 ഇങ്ങനെ മാറ്റുന്നു. അടുത്തുള്ള ഇതര കാര്യങ്ങൾക്ക് MDക്ക് ഓതറൈസേഷൻ കൊടുത്തു. ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ല. മൂന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ ഒന്നും ചെയ്തില്ല. MDക്ക് ഓതറൈസേഷൻ കൊടുത്തു. എന്തിനാ ഓതറൈസേഷൻ കൊടുത്തേ? ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, ഇത് ബന്ധപ്പെട്ട് ഈ ഫോംസ് ഫയൽ ചെയ്യാൻ, ഇത് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് അറിയിക്കണം. ഇൻകം ടാക്സ്, GST പലരെ അറിയിക്കാനുണ്ടെങ്കിൽ അത്തരം ആരെങ്കിലും ഒക്കെ അറിയിക്കണമെങ്കിൽ പബ്ലിക് നോട്ടീസ് കൊടുക്കണം. അതിനുള്ള എല്ലാത്തിനും കൂടെ ചേർത്ത് മാനേജായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ഓതറൈസേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആണ്.
എങ്ങനെയുണ്ട്? അപ്പോൾ സാറ് 3 മോഡലായി. ഇനി ഏത് വേണം നമുക്കൊരു ഇത് വെച്ച് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ കമ്പനി സെക്രട്ടറി അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ കമ്പനി സെക്രട്ടറി അപ്പോയിൻമെൻറ്റ് നോക്കാം. കമ്പനി സെക്രട്ടറി അപ്പോയിൻമെൻറ്റ് പല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വലിയൊരു റെസൊല്യൂഷനായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം, കുറേ ഡ്യൂട്ടീസും റോൾസും ഒക്കെ പറഞ്ഞ് ഡ്രാഫ്റ്റ് ചെയ്യാം, അല്ലാതെ സിമ്പിളായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അതെല്ലാം ചില ആൾക്കാരുടെ ഇതനുസരിച്ച് വേണമെങ്കിൽ നമുക്കൊരെണ്ണം ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് റെസൊല്യൂഷനാണ് ഇന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 മോഡൽ ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ മോഡൽ റെസൊല്യൂഷൻ ഫോർ അപ്പോയിൻറ്റിംഗ് എ കമ്പനി സെക്രട്ടറി. ഇത് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ബോർഡാണെന്ന് അറിയാമല്ലോ, ബോർഡാണ്. റിസോൾവ് ദാറ്റ് ബോർഡ് റെസൊല്യൂഷനാണ് പർസ്യൂവന്റ് ടു, നിങ്ങളും കൂടെ പറയണേ, പർസ്യൂവന്റ് ടു പറയൂ, സെക്ഷൻ 203 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. റൂളുണ്ട് അതുകൊണ്ട്, ആൻഡ് റൂൾ 8 റൂൾ 8A ഉണ്ട്. റൂൾ 8 and 8A ഓഫ് കമ്പനീസ് MBP റൂൾസ് ഉണ്ട്. ഞാനിവിടെ റൂളിൻ്റെ പേരൊന്നും പറഞ്ഞ് ആ രീതിയിൽ എഴുതുന്നില്ല, നേരെ അങ്ങ് എഴുതാം. ആൻഡ് റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ മിസ്റ്റർ നമുക്കൊരു പേരിടാം. എൻ്റെ തന്നെ കുട്ടിയുണ്ട്, ആദിത് who is a associate member of the Institute of Company Secretaries of India, ബ്രാക്കറ്റ് വേണമെങ്കിൽ ICSI, be and is hereby, എങ്ങനെയാ be and is hereby എന്താ ചെയ്യണം നമ്മളിപ്പോൾ അപ്പോയിൻറ്റഡ് as the company secretary of the company as a key managerial personnel with effect from, ഒരു ഡേറ്റ് കൊടുക്കാം, with effect from ഡാഷ്, വേണമെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കാം. നമ്മൾ ഡാഷ് ഉണ്ട്, ഡേറ്റ് നമുക്ക് ജൂൺ എടുക്കാം, 1/6/2026 to do the functions of the secretary under the Companies Act 2013 and rules made there. ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി, ഞാനതൊന്ന് കുഴപ്പിച്ച് എഴുതുന്നേ ഉള്ളൂ. ഓരോരുത്തർ ഇങ്ങനെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു കുട്ടികളെ, ആ ഫോർമാറ്റാണ് ആവശ്യം. വരേണ്ട കാര്യങ്ങളെല്ലാം വരണം. അതിന് മുകളിൽ എങ്ങനെ വേണോ ഇമ്പ്രൂവ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ വരേണ്ട കാര്യങ്ങൾ വരണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? റിസോൾവ് ദാറ്റ് പർസ്യൂവന്റ് ടു സെക്ഷൻ 203 ആണല്ലോ സെക്ഷൻ അപ്പോയിൻമെന്റ്, KMB അപ്പോയിൻമെന്റ്, ആൻഡ് റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ മിസ്റ്റർ ആദിത്. പേര് അവിടെ മെമ്പർഷിപ്പ് നമ്പറൊക്കെ വേണമെങ്കിൽ എഴുതാം. തൽക്കാലം നമ്മളിവിടെ പക്ഷേ മെമ്പർ ആണെന്നുള്ള കാര്യം പറയണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹൂ ഈസ് ആൻ എന്നായിരിക്കും അല്ലേ, ഹൂ ഈസ് ആൻ അസോസിയേറ്റ് മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ബി ആൻഡ് ഈസ് ഹിയർ ബൈ അപ്പോയിന്റഡ് as the company secretary of the company as the key managerial person. അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കമ്പനി സെക്രട്ടറി മതി എങ്കിലും വേണമെങ്കിൽ എടുത്തു പറയാം, ഒരു KMB ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഡേറ്റ് പറയണം, എന്ന് മുതലാണെന്ന് എഫക്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. അത് ചിലപ്പോൾ ബോർഡിന്റെ ഡേറ്റ് ആവാം. ടു ഡു ദ ഫംഗ്ഷൻസ് ഓഫ് ദ സെക്രട്ടറി അണ്ടർ ദ കമ്പനീസ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 2/24 ഡെഫിനിഷൻ ഓഫ് കമ്പനി സെക്രട്ടറിയിൽ അവസാനം എഴുതി നിർത്തിയിരിക്കുന്നത് കമ്പനി സെക്രട്ടറി എന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി ചെയ്യാൻ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണെന്ന് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ബിൽ സാർ എന്ത് ചെയ്തത്, അതിന്റെ അവസാനം കുറച്ചുകൂടി ആ ടോണിലോട്ട് ഞാൻ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്ത് എഫക്ട് ഫ്രോം എ ഡേറ്റോടുകൂടി വേണമെങ്കിൽ റെസൊല്യൂഷൻ നിർത്താം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുള്ളൂ. ടു ഡു ദ ഫംഗ്ഷൻസ് ഓഫ് ദ സെക്രട്ടറി അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ആൻഡ് റൂൾസ് മെയ്ഡ് ദെയർ. അപ്പോൾ കുറച്ചുകൂടി ഒരു നമ്മൾ പറയത്തില്ല ഗുമ്മുണ്ടെന്ന് പറയത്തില്ല അല്ലേ. കുട്ടികളെ ഇനി നമുക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയണം. ഇവിടെ കയറി ബോർഡ് റെസൊല്യൂഷനിൽ മുഴുവൻ ശമ്പളമൊന്നും ആരും എഴുതാറൊന്നുമില്ല. അതിന് വേറൊരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. എഴുതുന്നതിൽ തെറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. റിസോർട്ട് അയാൾക്ക് ഇത്ര ശമ്പളം കൊടുക്കും, അയാൾക്ക് ഇന്ന ഫെസിലിറ്റി കാണുന്ന കാർ കൊടുക്കും, ടെലിഫോൺ കൊടുക്കും,
അങ്ങനെയൊക്കെ എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ പൊതുവേ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് പകരം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ വിട്ടിട്ട് പോരുത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യണ്ടേ? റിസോൾവ് ദാറ്റ് the terms and conditions of the appointment along with the remuneration, duties, role and functions of Mr. Adit. ആദിത്ത്, എൻ്റെ സ്റ്റുഡൻ്റ് ആദിത്തിൽ എച്ച് ഉണ്ടോ ഡൗട്ട്, ആദിത്ത് തന്നെ ഉള്ളൂ കേട്ടോ. ADITH ഉള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതിപ്പോയി. Resolved that the terms and conditions of the appointment along with the remuneration, duties, roles and functions of Mr. Adit is mentioned in the draft letter of appointment which was tabled at the meeting and approved by the board of directors. എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹത്തിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റത്തില്ല, പൊതുവെ ആരും എഴുതാറുമില്ല. അതിനൊരു ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് അപ്പോയിൻമെന്റ് ബോർഡ് മീറ്റിംഗിൽ ടേബിളിൽ വെച്ച് ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നേ പൊതുവെ പറയാറുള്ളൂ, അല്ല അകത്ത് കയറി പറയാറില്ല. അപ്പോൾ എന്താ ഞാൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? റിസോൾവ്, അവിടെ ഫർദർ വിട്ടുപോയി, പറയണ്ടേ കുട്ടികളെ? ഫർദർ അല്ലേ വിട്ടുപോയി? ഫർദർ റിസോൾവ് ഫർദർ ദാറ്റ് the terms and conditions of the appointment along with remuneration, duties, role and functions of Mr. Adit is mentioned in the draft letter of appointment which was tabled at the meeting and approved by the board of directors. അപ്പോൾ ഈ പറയുന്ന കമ്പനി സെക്രട്ടറിയുടെ മുഴുവൻ ടേംസ് ആൻഡ് കണ്ടീഷൻസും ശമ്പളവും റോളും ഫംഗ്ഷൻസും എല്ലാം ഉൾപ്പെടെ ഡ്രാഫ്റ്റ് ലെറ്റർ ഓഫ് അപ്പോയിന്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതെല്ലാം ബോർഡിന്റെ ടേബിളിൽ വെച്ച് നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഈ ബോർഡ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നു. ബ്യൂട്ടിഫുൾ റെസൊല്യൂഷൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ വേറൊരു ഫോർമാറ്റ് ആണ്, വേറൊരു ഓതറിന്റെ വേറൊരു ഫോർമാറ്റ് ആണ്, എങ്ങനെ വേണോ. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയണം, ആ ഫോർമാറ്റ് വേണം. അപ്പൊ ഇവിടെയാണ് ഞാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എങ്ങനെ വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണം. 1 സെക്ഷൻ, 2 അപ്പോയിന്റ് ചെയ്യുന്ന ആളുടെ പേര്, 3 അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പറാണ്, എടുത്തു പറയണം, അസോസിയേറ്റ് ആണോ ഫെല്ലോ ആണോ, അടുത്ത് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണോ, KMB CS ആയിട്ടാണ്, 5 എന്ന് മുതൽ ഉണ്ടോ, 6 എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻസ് സെക്രട്ടറി ഓഫ് ദ കമ്പനി ആക്ടിൽ കീഴിലുള്ള സെക്രട്ടറി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ 6 പോയിന്റ്. 7 എന്താണ് അയാളുടെ ശമ്പളം, അയാളുടെ റോൾ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ഡ്യൂട്ടി എന്താണ്, ഇതെല്ലാം പറയണ്ടേ. അതെല്ലാം നമ്മൾ ഡ്രാഫ്റ്റ് അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെന്നും അത് ടേബിളിൽ വെച്ചിട്ടുണ്ടെന്നും അതിന് ഒന്നടങ്കം ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ഒഴുക്ക് വേണം, ഒരു ഫോർമാറ്റ് വേണം. അതിന് പുറമെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് പറയേണ്ട കാര്യങ്ങൾ പറയണം. ഇതിന് മുകളിൽ നിങ്ങൾക്ക് എന്ത് വേണം പറയാം. അതിന് നമ്മൾ കോസ്മെറ്റിക്സ് എന്നൊക്കെ പറയും, ഡ്രാഫ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കോസ്മെറ്റിക്സ്. കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സും പൊടുന്നും തുമ്മലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ചില കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടൊക്കെ എഴുതും. അതൊക്കെ എഴുതുന്നത് HRA കൊടുക്കും, DA കൊടുക്കും, കാർ കൊടുക്കും, അതേപോലെ എന്താണ് ടെലിഫോൺ കൊടുക്കും, ഫെസിലിറ്റീസ് കൊടുക്കും. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ നമ്മൾ 4 റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടിക്കാണും. ഇങ്ങനെ വേണം റെസൊല്യൂഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ. ഈ റെസൊല്യൂഷൻസ് ഇന്നത്തെ ഈ വീഡിയോ നിർത്തി ഒന്ന് കേട്ടതിന് ശേഷം ഗൈഡ് ലൈൻസ് ആൻസർ നോക്കി റിപ്പീറ്റിലായിട്ട് ചോദിച്ചിട്ടുള്ള ബാക്കിലോട്ട് ചോദിച്ചിട്ടുള്ള റെസൊല്യൂഷൻസ് പഠിക്കുക. സമയമുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഓരോ ലെസണിന് ശേഷം കിടക്കുന്ന റെസൊല്യൂഷൻസ് പഠിക്കുക. പൊതുവേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കമ്പനി സെക്രട്ടറി അപ്പോയിൻമെന്റ്, MD അപ്പോയിൻമെന്റ്, ലോൺ എടുക്കുന്നത്, ഇന്റർ കോർപ്പറേറ്റ് ലോൺ കൊടുക്കുന്നത്, അതുപോലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അപ്രൂവ് ചെയ്യുന്നത്, കമ്പനിയുടെ ബേസിക്സ് അങ്ങോട്ട് ആൾട്ടറേഷൻ ഓഫ് രജിസ്റ്റർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, നെയിം ചേഞ്ച്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യുക. പിന്നെ ഷെയറിലോട്ട് പോകുകയാണെങ്കിൽ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, ബൈബാക്ക് അലോട്ട്മെന്റ് ഷെയർസ് ബൈബാക്ക് ആവാം, ബോണസ് ഇഷ്യൂ വരാം, റൈറ്റ്സ് ഇഷ്യൂ അലോട്ട്മെന്റ്, ഫർദർ ഇഷ്യൂ റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ വരാം. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. CSRന്റെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം.
ഓഡിറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 9-10 മണിക്കൂർ എനിക്ക് തന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 50 റെസൊല്യൂഷൻ എഴുതി ഇങ്ങനെ പഠിപ്പിക്കാം. ഇത് ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ്, അവർക്ക് വേണ്ടിയാണ്. ഇനി എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ, പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയം, അല്ല സാറേ ഇനിയും വേറെ 1-2 റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ ചെയ്യാം, എന്ത് വേണം ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു ഐ ഓപ്പണറായിട്ട് നിങ്ങൾ വെച്ചാൽ മതി. തുടങ്ങാൻ വേണ്ടി നല്ലയിൽ മനസ്സിലാക്കി പഠിക്കാം. വീണ്ടും പറയുന്നു, റെസൊല്യൂഷൻ ഡ്രാഫ്റ്റിംഗ് ഫോർമാറ്റാണ് കാര്യം. കണ്ടോ, റിസോൾട്ട് ദാറ്റും തുടങ്ങണം, അടുത്ത പേര് റിസോൾട്ട് ഫർദർ ദാറ്റും തുടങ്ങണം, ഇൻവെർട്ടഡ് കമ്മ ഓപ്പൺ ചെയ്യണം, ഇൻവെർട്ടഡ് കമ്മ ക്ലോസ് ചെയ്യണം, ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് പറയണം, സബ്ജക്റ്റ് ഏതെങ്കിലും പറയണം, അതുപോലെ ജാർഗൻസ് പെർസ്യൂൺ ടു ബി ആൻഡ് ഈസ് ഹിയർ ബൈ, ബി ആൻഡ് ആർ ഹിയർ ബൈ എന്നൊരു ഒഴുക്ക് അതിൽ വേണം. നമ്മൾ പറയും ഒരു ഫ്ലോ ഫോർമാറ്റ് വേണം. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വിഷയമായിട്ട് സാറ് വീണ്ടും വരാം.